ഓ ആ അപ്പം നമ്മളെന്ത് പറയാൻ വന്നതേ നമ്മുടെ US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. കുറച്ച് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം ഏതാണ്. ഇത് പ്രമോഷനോ സംഭവമൊന്നുമല്ല, അപ്പോൾ ഇത് റെക്കമെൻഡേഷനോ കാര്യമൊന്നുമല്ല. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്ന ആപ്പ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ ഓർ പ്രൊമോഷൻ ഓഫ് എനി പ്രൊഡക്റ്റ് ഇട്ടാ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നാസ്ഡാക്ക് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇത് ആക്ച്വലി നമ്മുടെ IND മണിയാണ്. IND മണിയിലാണ് ഞാൻ ആക്ച്വലി US സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഉണ്ട്. ഞാൻ ഗ്രോ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ സെപ്പറേറ്റ്. ഇത് മാത്രമല്ല, പക്ഷേ മേജറായിട്ട് ഉപയോഗിക്കുന്നത് IND മണിയാണ്. ഞാൻ ആക്ച്വലി IND മണി ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. ഡയറക്റ്റ് റെഫർ ലിങ്കുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം നാസ്ഡാക്ക് ഒക്കെ ഭയങ്കരമായിട്ട്, അതായത് US സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നല്ല പോലെ കയറി വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇവരുടെ ഓൾമോസ്റ്റ് ഒരു 1.5 ഇയർ ആയിട്ട് ആക്ച്വലി US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഡയറക്റ്റ്ലി. അൺഡയറക്ട്ലി നമ്മൾ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് ഡയറക്റ്റ്ലി സ്റ്റോക്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലമായിപ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ എനിക്ക് $1000 ലാഭത്തിലാണ് കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ ആക്ച്വലി ചെയ്യുന്നത് ആകെ 4 സ്റ്റോക്കിലാണ്, അതായത് 2 ETF-ലും 2 സ്റ്റോക്കിലും. ഇപ്പോൾ അതിന് ഒരു സ്റ്റോക്ക് കൂടി ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ETF-ൻ്റെ കാര്യം പറയുന്നില്ല, വേണമെങ്കിൽ ഞാൻ സ്റ്റോക്സിൻ്റെ കാര്യം പറയാം. ഞാൻ ഒരെണ്ണം ഗൂഗിൾ സ്റ്റോക്സിലാണ് ചെയ്യുന്നത്, ഒരെണ്ണം ആമസോണിലാണ്, അതുപോലെ തന്നെ ഒരെണ്ണം NVIDIA-ലാണ്, അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരെണ്ണം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് ബാങ്ക് ഓഫ് അമേരിക്കൻ ചെയ്തിട്ടുണ്ട്. ഇത് പ്യൂർലി ബേസ്ഡ് ഓൺ മൈ ഇതാണ് കേട്ടോ. അത് വേറെ ആൾക്കാർ ഞാൻ ഇത് റെക്കമെൻഡേഷൻ ഇതെല്ലാം എടുക്കണമെന്ന് നിർബന്ധമില്ല, ഇത് റെക്കമെൻഡേഷൻ അല്ലാണ്ടാ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു US കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഈ സോഫും സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി അതും നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റൂട്ടോ. അത് വേറെ കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി വേറെ സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി IND മണിയുടെ ബ്രോക്കറേജ് ഫീസൊക്കെ ഭയങ്കര കുറവാണ്. 0.25% ഒക്കെ ഉള്ളൂ. വിഡ്രോവലിന് സെപ്പറേറ്റ് ഫീസൊന്നും ഇല്ല. അതുപോലെ തന്നെ നമുക്കിതിൽ ETF-ഉം ചെയ്യാം, അതുപോലെ തന്നെ ഡയറക്റ്റ് സ്റ്റോക്കും ചെയ്യാം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ മിനിമം ഒരു സ്റ്റോക്ക് വാങ്ങിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു മാരുതിയുടെ സ്റ്റോക്ക് വാങ്ങിക്കാൻ വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു സ്റ്റോക്കായിട്ട് ഏറ്റവും മിനിമം വാങ്ങിക്കാൻ പറ്റുള്ളൂ, ഒരു സ്റ്റോക്ക്. പക്ഷേ US സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിക്കണമെന്നില്ല. ഒരു സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ തിണ്ടുമാരി പ്രൈസുകളാണ് ഓരോ സ്റ്റോക്കുകളുടെ. ഒരു സ്റ്റോക്കായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നില്ല. പക്ഷേ $500 മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ ഗുണം. SIP പോലെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു സ്റ്റോക്ക് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റോക്ക് ഇപ്പോൾ ആപ്പിളിൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ ആപ്പിൾ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, ഞാൻ പക്ഷേ വിറ്റതാണ്. എന്ന് വെച്ചാൽ കുറച്ച് കാലം മുമ്പ് ഇത് ഇടിഞ്ഞ് പണ്ടാറ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം പൊന്തി വരുന്നുണ്ട്. ആപ്പിളിൻ്റെ സ്റ്റോക്കിൻ്റെ വിലയാണ് കാണുന്നത്. ഒരു സ്റ്റോക്കിൻ്റെ വിലയാണ് $252. ഒരു ഡോളറിന് 88 രൂപയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഡോളറിന് എത്ര രൂപയാണ്, അല്ല ഒരു സ്റ്റോക്കിന് എത്ര രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവസ്ഥ. പക്ഷേ നമുക്കിതിൽ $1 അല്ലെങ്കിൽ ഒരു സ്റ്റോക്കായിട്ട് വാങ്ങിക്കണമെന്നില്ല. നമുക്കിതിൽ വേണമെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, 2000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, 3000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് SIP ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി താഴെ കാണുന്നതായിരിക്കും ബൈ ഓപ്ഷൻ ഉണ്ട്, SIP ഉണ്ട്. ഞാൻ ആക്ച്വലി SIP-നെ കൊടുത്തേക്കുന്നത് എല്ലാ മാസവും ഉണ്ട്. നമുക്ക് എല്ലാ മാസവും ഉണ്ട്, എല്ലാ വീക്കിലും ഉണ്ട്. അത് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു. ഇപ്പോൾ നമ്മൾ 1000 രൂപ കാണിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ഉണ്ട്, വീക്കിലി ഉണ്ട് കണ്ടു. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, SIP ചെയ്യാം നോർമൽ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു US സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് ഡയറക്റ്റ് നമ്മുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ത്രൂ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ട് വേണം. ഇവർ ആക്ച്വലി ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടാണ് IND മണി കൊടുക്കുന്നത്. ഞാനും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ട്രാൻസാക്ഷനൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് സെറ്റിൽ ചെയ്ത് തരും. അപ്പോൾ അത്രയും ഫാസ്റ്റാണ്. അപ്പോൾ ഇഷ്യൂസും കാണുന്നത് വിഡ്രോവൽ ആയാലും 2 ദിവസം മതി മാക്സിമം. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കിട്ടുന്നുണ്ട്. നമുക്കിതിൽ ഇൻവെസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ KYC കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക 1 ഇയറിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാലറി സ്ലിപ്പ്, അല്ലെങ്കിൽ നമുക്ക് ITR-ൻ്റെ ഫോം കൊടുക്കുക ലേറ്റസ്റ്റ്. അതുണ്ടെങ്കിലാണ് അത് ആക്ച്വലി സെറ്റപ്പ് ആവുക. അപ്പോൾ അത് എല്ലാ സെറ്റപ്പും കാണാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ഒരു വാലറ്റ് ഓപ്ഷൻ കാണാൻ കണ്ടു. ഒരു വാലറ്റ്, ഈ വാലറ്റിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ വാലറ്റിലേക്ക് ആഡ് ചെയ്യുക. ഈ വാലറ്റിൽ നിന്ന് അവർ ഇൻ്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട്, ഫെഡറൽ ബാങ്കാണ് നമുക്ക് കിട്ടുക. നമുക്ക് ബാങ്ക് അക്കൗണ്ടായിട്ട് കിട്ടും. നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും. പക്ഷേ ഡെബിറ്റ് കാർഡ് സംഭവമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. അതിൽ പോവും. അതിൽ നിന്ന് ഡയറക്റ്റ് അവർ കൺവേർട്ട് ചെയ്യും. ഫെഡറൽ ബാങ്കാണ് ഇത് കൺവേർഷൻ ചെയ്യുന്നത്. കൺവേർഷൻ ചാർജൊക്കെ ഭയങ്കര കുറവുള്ളൂ കേട്ടോ അവരിൽ. അപ്പോൾ കൺവേർട്ട് US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ആയിട്ട് കാണിക്കും. അതായത് നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് വാലറ്റിലേക്ക് US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബാലൻസിലേക്ക് ഡോളറിൽ ആഡ് ആയിട്ട് കാണിക്കും. ഇപ്പോൾ കണ്ടു, ഇപ്പോൾ എൻ്റെ ഇല്ല എന്നും.
അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ നോർമൽ സ്റ്റോക്ക് വാങ്ങിക്കുന്ന പോലെ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് അതിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വാങ്ങിക്കുന്ന പോലെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ വിചാരിച്ചു, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ടൈമിൽ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുക രാത്രി 7 മണി 8 മണിക്കൊക്കെയാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കാലത്താണല്ലോ ഓപ്പൺ ആവുക, 9 10 മണിക്കാണല്ലോ ഓപ്പൺ ആവുക. പക്ഷേ ഇത് രാത്രിയാണ് ഓപ്പൺ ആവുക. പക്ഷേ ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളായിട്ട് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി, നമ്മളിപ്പോൾ തന്നെ വാലറ്റിലേക്ക് ആഡ് ചെയ്തു, ഇപ്പോൾ തന്നെ സ്റ്റോക്ക് വാങ്ങിച്ചു, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ്. പക്ഷേ ഈ പരിപാടി നമ്മുടെ US സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കില്ല. എന്താ വെച്ചാൽ ഈ കൺവേർഷനും കാര്യങ്ങളൊക്കെ നടക്കാണ്ട് ഇപ്പം ആഡ് ചെയ്താൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൽ നമ്മുടെ US സ്റ്റോക്ക് ബാലൻസ് കാണിക്കുക അക്കൗണ്ടിൽ, എന്നിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമും ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ US സ്റ്റോക്ക് ഡിവിഡൻഡും കാണാൻ കിട്ടും. അപ്പോൾ എനിക്കും ഡിവിഡൻഡ് കിട്ടാറുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു ഡിവിഡൻഡ് ഇട്ടത് വേണമെങ്കിൽ കാണിച്ചു തരാം. എന്നുവെച്ചാൽ അപ്പോൾ ഭയങ്കര കുറവായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ 2023 24 മാർച്ചിലാണ് ചെറുതായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഡിവിഡൻഡ് നിങ്ങൾ കാണാനുണ്ട് +0.06. എല്ലാം സാധനങ്ങളും ഇതിൽ കാണാം കേട്ടോ. നമ്മുടെ എന്താ പറയുക ഈ ആപ്പിൽ കാണാം, എല്ലാ പരിപാടിയും ഇതിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാം, US സ്റ്റോക്സിൻ്റെ ഗോൾഡൻ റിവാർഡ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾക്കും $7 കിട്ടും, എനിക്കും $7 കിട്ടും. ആ ഒരു ഉണ്ടോ ഡയറക്റ്റ് ഒരു ഇതിൽ വരുന്ന ഒരു ഓഫറാണ്. അപ്പോൾ ഈ ലിങ്ക് ഞാൻ താഴത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് $7 കിട്ടും, എനിക്കും കിട്ടും $7. അത്രയുള്ളൂ, സെയിം ആണ്. അപ്പോൾ ഈക്വലായി. അപ്പോൾ ഈ സംഭവം ഞാൻ ആക്ച്വലി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തുടങ്ങാം. ഫ്രീ ആണ്, എക്സ്ട്രാ ചാർജ് സംഭവമൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതൊന്നും എന്താ പറയുക, കുറേ പേര് ചോദിച്ചു നമ്മുടെ US സ്റ്റോക്ക് മാർക്കറ്റ് ഏത് ആപ്പാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി ലിമിറ്റഡ് ആണ് ആപ്പുകളൊക്കെ. അപ്പോൾ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വേണമെന്ന് പറയാം. പ്രത്യേകിച്ച് ചാർജസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് കുറേ പേര് ചെയ്യുന്നതിൻ്റെ IND മണി തന്നെ. നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ കുറേ കാലമായി IND മണി, ഇപ്പോൾ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അതിൽ വിഡ്രോ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ കാലമായിട്ട് ഞാൻ പറഞ്ഞു പോലെ 1.5 കൊല്ലമായിട്ട് ചെയ്തിട്ടുണ്ടാണ്. ഞാൻ വിഡ്രോവലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. വിഡ്രോവലും സുഖമായിട്ട് നമുക്ക് 2 ദിവസം, നോർമലി മാക്സിമം 2 to 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും ചെയ്യും. ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതൊന്ന് ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്ത് നോക്കാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനായിട്ട് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ.